ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ചധികം ഭക്ഷണം കഴിക്കാൻ പോയാലോ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ ബുഫേയുടെ വീഡിയോ ആയിട്ടാണ്. നമ്മളൊരു 4 ഫ്രണ്ട്സ് കൂടി കുറേ നാളായി നോമ്പുകാലം തുടങ്ങിയപ്പോൾ മുതൽ ഒരു ഇഫ്താറിന് പോണം എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ കൂട്ടത്തിൽ ആകെയുള്ള ഒരു മുസ്ലിം ഫ്രണ്ട് റിയാന. അപ്പൊ ആൾക്കൊരു സർപ്രൈസ് ആയിട്ട് അവക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ ഇഫ്താർ ബുഫേ. നമ്മളതേ ഫോറം മാളിലാണ് 4 പേരും കൂടി ആദ്യം മീറ്റ് ചെയ്തത്. നമ്മുടെ ഫോറം മാളിലെ നേരെ ഓപ്പോസിറ്റ് എംപയർ പ്ലാസയാണ് നമ്മൾ ഇന്ന് ബുഫേ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറേ ഓപ്ഷൻസ് നോക്കിയായിരുന്നു കേട്ടോ. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഈ ഗ്യാസിന്റെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് നമ്മുടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പൂട്ടി പോയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഒരു ഓപ്ഷൻ ആയിരുന്നു ഇത്. പക്ഷേ വേർത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം വേർത്ത് ആയിരുന്നു. ഒരാൾക്ക് 599 ആണ് നമ്മുടെ ബുഫേ വരുന്നത്, പ്ലസ് GST. പക്ഷെ അതിന് വേർത്താണ്, അത്രയും നല്ല ഫുഡായിരുന്നു. നമ്മളപ്പോ വന്ന സീറ്റിംഗ് എല്ലാം ആദ്യം സെറ്റ് ആക്കിയിട്ട് ഇതേ ബുഫേ സ്റ്റാർട്ട് ചെയ്യുവാണേ. അപ്പോൾ നോമ്പ് തുറയുടെ അതിൻ്റെതായ ട്രഡീഷണൽ രീതിയിൽ തന്നെ നമ്മുടെ തരിക്കഞ്ഞി, ഗോതമ്പ് കഞ്ഞി, ഡേറ്റ്സും ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു ഫസ്റ്റ് സെക്ഷൻ. അപ്പം നമ്മൾ കുറച്ച് തരിക്കഞ്ഞിയാണ് ട്രൈ ചെയ്തത്. ഗോതമ്പ് കഞ്ഞി ആദ്യമേ തന്നെ എടുത്താൽ ഹെവി ആകുമോ, പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്നൊരു പേടിയുള്ളതുകൊണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്തു. അപ്പൊ നമ്മളും അതിൻ്റെതായ രീതിക്ക് തന്നെ ഫ്രൂട്ട്സും ഡേറ്റ്സും തരിക്കഞ്ഞിയൊക്കെ കൊണ്ട് നമ്മൾ നോമ്പ് തുറന്നു. സ്നാക്സ് ആയിട്ടപ്പോ നമുക്ക് ഉന്നക്കായ, പിന്നെ ഈ ഒരു ഐറ്റം, ഇതിന്റെ പേര് എനിക്കറിയില്ല, ബീഫിന്റെ ഫില്ലിംഗ് ആയിരുന്നു ഉള്ളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ സമൂസ, കട്ട്ലേറ്റ്, കായ്പോള. അപ്പൊ ഇത്ര ഐറ്റംസ് ഒക്കെ നമ്മൾ ആദ്യം എടുത്തു. നമ്മുടെ സീറ്റിൽ 2 ടൈപ്പ് ഓഫ് ജ്യൂസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു, അതും നല്ല റിഫ്രഷിങ് ആയിരുന്നു. പിന്നെ മെയിൻ ഐറ്റം ആയിട്ട് നമ്മൾ പോയപ്പോ നമ്മുടെ ചപ്പാത്തി, നെയ്പത്തിരി, പൂരി, വെള്ളയപ്പൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ നമുക്ക് ചില്ലി ചിക്കൻ, ചില്ലി ഗോബി, നമ്മുടെ നാടൻ കോഴിക്കറി, വറുത്തരച്ച ബീഫ് കറി, ഫിഷ് തവ, ഫിഷ് മുളകിട്ടത്, അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 ടൈപ്പ് ഓഫ് റൈസ് ഉണ്ടായിരുന്നു, ഗീ റൈസും ഫ്രൈഡ് റൈസും. അപ്പൊ മൂന്നാമത്തെ സെക്ഷനായിട്ട് നമ്മൾ അതെടുത്തു. പിന്നെ ലാസ്റ്റ് നമുക്ക് ഡെസേർട്ട് ആയിട്ട് ഉണ്ടായിരുന്നത് കസ്റ്റേർഡ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു, ഒന്നും കൊള്ളില്ലെന്ന് പറയാനില്ല. സാധാരണ നമ്മളൊരു സ്ഥലത്ത് പോയാൽ ഇത് 2 ഒഴിച്ച് ബാക്കി കൊള്ളായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ലേ. പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം അടിപൊളിയായിരുന്നു. ഈവൻ നമ്മുടെ കച്ചമ്പറ് പോലും, സാലഡ്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിച്ച് ലാസ്റ്റ് നമ്മൾ വയറൊക്കെ നിറഞ്ഞ് അവശരായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.